അപ്പം ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച കുളിച്ച് മാറ്റി ഒരുങ്ങി പള്ളിയിലൊക്കെ പോയി സ്കരിച്ച് കറങ്ങി കഴിഞ്ഞ് വന്ന് ഇപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ വെള്ളിയാഴ്ച സുന്നത്താണ്, ബിരിയാണി തന്നൊരു സുന്നത്താണ്. അതൊക്കെ പോകാം, അല്ലെങ്കിൽ കാറ്റടിക്കും, അപ്പോൾ ഓടിയേ കേൾക്കില്ല. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് ബിരിയാണി തന്നെ സുന്നത്താണ്. അപ്പോൾ ഒരു സ്പോട്ട് കാണിച്ചു തരാം. എറണാകുളത്തുള്ളൊരു സ്പോട്ട് കാണിച്ചു തരാം. 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബിരിയാണി, അതാണ് നമ്മൾ പോകണമെന്ന്. എന്ത് ചെയ്യാം, 100 രൂപേൻ്റെ കിട്ടില്ല ബിരിയാണി. 100 രൂപയ്ക്ക് കിട്ടാമെന്ന് വെച്ചാൽ നല്ലൊരു ബിരിയാണി. കാരണം ഇവിടെ നല്ല ബിരിയാണി കിട്ടും കേട്ടോ. ഇപ്പോൾ ഹോട്ട് ബോക്സിൻ്റെ ബിരിയാണിയൊക്കെ അടിപൊളി ബിരിയാണിയാണ്. അവിടെ 200 രൂപയ്ക്കാണ് ചിക്കൻ ബിരിയാണിക്ക്. പക്ഷേ ഇത് 100 രൂപയ്ക്ക് കിട്ടാമെന്ന് വെച്ചാൽ നല്ലൊരു ബിരിയാണിയാണ്. ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോണത്. സ്പോട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബിരിയാണി സ്പോട്ടിൽ നിൽക്കണം. ബിരിയാണി സ്പോട്ട് എവിടെ വരുന്നത് വെച്ചാൽ, കാരണം ബിരിയാണി ഷോപ്പിൻ്റെ പേര് മലബാർ ബിരിയാണി. പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് പ്രൊമോഷൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, കുറേ ആൾക്കാർ കാണുന്നില്ല. നമ്മൾ ലിസി ഹോസ്പിറ്റലിൽ വരുന്നത് ലിസി ഹോസ്പിറ്റലിൻ്റെ നേരെ സൈഡിൽ വരുന്ന റോഡ്, അതായത് അവിടെയാണ് നമ്മളെ ടൗൺ മെട്രോ സ്റ്റേഷൻ വരുന്നത്. അവിടെ നിന്ന് നേരെ വരുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണും, അതായത് ലിസി ഹോസ്പിറ്റലിലൂടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്, കഴിച്ചു നോക്കാം. അതിൽമാൻ, ഇവിടുത്തെ ബിരിയാണിനെ പറ്റി എന്ത് പറഞ്ഞാൽ? നല്ല ബിരിയാണി, നല്ല ബിരിയാണിയാണ്. അതുകൊണ്ടല്ല അവിടെ നിന്ന് പോകുന്നത്. അത്ര ബിരിയാണി ഉണ്ടായില്ലല്ലോ. അല്ല, ഇവിടുത്തെ 100 രൂപേൻ്റെ ബിരിയാണിയാണ് എല്ലായിടത്തും കിട്ടാൻ. നമുക്ക് നെയ്ച്ചോറിൽ കടയായിട്ടാണ് സാധനം വന്നോളൂ ഗായ്സ്. സാധനം അടിപൊളിയാണ്. പറയാൻ കാരണം എന്താ വെച്ചാൽ, എറണാകുളത്തെ ബിരിയാണിയാണ് നമ്മൾ മലപ്പുറത്തെ ബിരിയാണീൻ്റെ അല്ല. എല്ലായിടത്തും 100 രൂപയ്ക്ക് കിട്ടുക നെയ്ച്ചോറിൽ കടയായിട്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്. ഓക്കെ, ബൈ.